നമസ്കാരം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതിക്കെതിരെ കേരളം സുപ്രീം കോടതിയിൽ. ഗവർണർ എതിർകക്ഷി. നർത്തകി സത്യഭാമ BJP അംഗത്വമെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. വെറുതെയല്ല വിഷം ചീറ്റിയതെന്ന് വിമർശനം. ഫ്ലിറ്റ് ഓഫ് ഇംഗ്ലണ്ടിന്റെ പുതിയ കോച്ച്. റിപ്പോർട്ട് പുറത്ത്. വാർത്തകൾ വിശദമായി. നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് അനുമതി നൽകാത്ത രാഷ്ട്രപതിയുടെ നടപടി ചോദ്യം ചെയ്ത് കേരളം സുപ്രീം കോടതിയിൽ. രാഷ്ട്രപതിയുടെ സെക്രട്ടറിയെയും ഗവർണറെയും എതിർകക്ഷികളാക്കിയാണ് സംസ്ഥാനത്തിന്റെ നിർണായക നീക്കം. നിയമസഭ പാസാക്കിയ 7 ബില്ലുകളാണ് പരിഗണനയ്ക്കായി ഗവർണർ രാഷ്ട്രപതിക്ക് വിട്ടിരുന്നത്. ഇതിൽ ലോകായുക്ത ബില്ലിന് മാത്രമാണ് അംഗീകാരം നൽകിയത്. RLV രാമകൃഷ്ണൻ എന്ന കലാകാരനെ അധിക്ഷേപിച്ച നർത്തകി സത്യഭാമ BJP അംഗത്വമെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. 2019 ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. നിറത്തിന്റെ പേരിൽ രാമകൃഷ്ണനെ അധിക്ഷേപിച്ച സത്യഭാമയുടെ രാഷ്ട്രീയം ഏതാണെന്ന തരത്തിലുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റും സജീവമായിരുന്നു. ഇതിനിടയിലാണ് ഇവർ BJP അംഗത്വമെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഇനി കായിക വാർത്ത. ഇംഗ്ലണ്ട് ഓൾറൗണ്ടർ ആൻഡ്രൂ ഫ്ലറ്റോഫ് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിന്റെ അടുത്ത കോച്ചാവുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇംഗ്ലണ്ട് ക്രിക്കറ്റിന്റെ മാനേജിംഗ് ഡയറക്ടർ ബോം കീ ആണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകിയത്. നിലവിലെ T20 ലോകകപ്പ് ജേതാക്കളാണ് ഇംഗ്ലണ്ട്. ഇത് നിലനിർത്തുന്നതിന്റെ ഭാഗമായാണ് കോച്ച് സ്ഥാനത്തടക്കം ഉടച്ചുവാർക്കലിന് ഇംഗ്ലണ്ട് മാനേജ്മെന്റ് തയ്യാറെടുക്കുന്നത്. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കെടുക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.